നമ്മൾ മലയാളികളുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും അതേപോലെ രുചി വൈദഗ്ധ്യങ്ങൾ അടങ്ങിയ വിവിധ തരം ബിരിയാണികളും ഒക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചവരാണ് നമ്മൾ മലയാളികൾ. അതിനിടയിലേക്ക് അറബിക് ഫുഡ് ഐറ്റംസും കൂടി കടന്നു വന്നിട്ട് അധികം നാളായിട്ടില്ല. അറബി നാടുകളിൽ നിന്നും വടക്കൻ മലബാർ വഴി കേരളത്തിലുടനീളം ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അറബിക് ഫുഡ് ഐറ്റംസ് കേരളത്തിന്റെ ഒരു ഭക്ഷണ സംസ്കാരത്തെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോയും അതുപോലെ ഒന്നിനെ പറ്റിയാണ്. അറബിക് ഫുഡ് ഐറ്റംസിലെ രാജാവ് അഥവാ കുഴിമന്തി തന്നെ, ഹോംലി കുഴിമന്തിയുടെ ഒരു റെസിപ്പി വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹോം മെയ്ഡ് കുഴിമന്തിക്കുള്ള ചിക്കൻ ഞാൻ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ സ്കിന്നോട് കൂടിയാണ് കട്ട് ചെയ്തത്. 2.5 കിലോയ്ക്ക് അടുത്ത് ചിക്കൻ മീറ്റ് ഇതിലുണ്ട്. നമ്മുടെ മന്തിയുടെ മസാലക്കൂട്ടിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഡ്രൈ ലെമൺ ഉണ്ട്, 2 ഡ്രൈ ലെമൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ജാതിക്ക കുരു, അതേപോലെ കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു, മല്ലി, കുരുമുളക്, വയണയില, ഏലക്ക, മസാല ജീരകം. നമ്മുടെ മന്തിയുടെ റൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മസാലക്കൂട്ടാണിത്. ഈ മസാലക്കൂട്ടും മന്തി മസാലയും അല്ലാതെ ഫുഡ് കളേഴ്സോ ടേസ്റ്റ് എൻഹാൻസേഴ്സോ ഒന്നും തന്നെ നമ്മുടെ ഹോം മെയ്ഡ് മന്തിയിൽ നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഓരോ പീസിലും ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ അതിൽ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ മന്തി മസാലയും കുറച്ച് ഉപ്പും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പിറകെ നമ്മുടെ മന്തി മസാലയാണ് കേട്ടോ. പാക്കറ്റ് മന്തി മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മാർക്കറ്റിൽ പല ബ്രാൻഡുകളിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉപ്പും മന്തി മസാലയും ഒക്കെ ചേർത്ത് ഈ ചിക്കൻ പീസുകൾ നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേഷൻ ഒക്കെ കഴിഞ്ഞ് മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മാരിനേഷൻ ഒക്കെ കഴിഞ്ഞ് എത്രത്തോളം ടൈം നമ്മുടെ ചിക്കൻ മസാല സെറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രത്തോളം ടേസ്റ്റി ആയിട്ടായിരിക്കും ചിക്കൻ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ മസാലയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഇറച്ചി കഷ്ണങ്ങളിൽ പിടിക്കത്തക്ക രീതിയിൽ ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ആ ഉപ്പും മന്തി മസാലയും ചിക്കൻ്റെ നമ്മൾ സ്ലൈസ് ചെയ്ത ഭാഗങ്ങളിലെല്ലാം നന്നായിട്ട് ഫില്ലാവണം. എന്നിട്ട് ഇതേപോലെ 2 മണിക്കൂർ നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. അങ്ങനെ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഞാൻ നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 2 ഗ്ലാസോളം വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 കുക്കറിനകത്തായിട്ടാണ് ഞാൻ നമ്മുടെ ചിക്കൻ പീസുകൾ വേവിക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ. അപ്പോൾ ഇതേപോലെ തന്നെ കിട്ടും. ഇതാണ് നമ്മുടെ ഒരു പരുവം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചിക്കൻ ഒരു 70% കുക്കായിട്ടുണ്ടാവും. ബാക്കി നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടും. ചിക്കൻ നമ്മൾ പുഴുങ്ങിയെടുത്ത ആ വെള്ളം, ചിക്കൻ സ്റ്റോക്ക്, ഇത് നമ്മൾ റൈസിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ക്യാപ്സിക്കം അരിഞ്ഞതും അതേപോലെ പച്ചമുളകും മല്ലിയിലയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മന്തി റൈസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ടൊമാറ്റോ പേസ്റ്റാണിത്. ഒരു വലിയ 3 തക്കാളിയോളം എടുത്ത് തിളച്ച വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഇട്ട് തൊലി കളഞ്ഞ് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. സൺഫ്ലവർ ഓയിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മന്തിയുടെ മയോണൈസൊക്കെ ഉണ്ടാക്കാൻ സൺഫ്ലവർ ഓയിൽ അത്യാവശ്യമാണ്. അടുത്തതായി നമ്മുടെ മന്തി പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആദ്യം എടുത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതെല്ലാം കൂടി നേരെ അതിലേക്ക് തട്ടിക്കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തീ കയറി കരിഞ്ഞു പോരുത്. മസാലക്കൂട്ടാണ്, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ലോ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വന്നിട്ടാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ ക്യാപ്സിക്കം, പച്ചമുളക്, മല്ലിയില അരിഞ്ഞതാണ്. ഇത് 3 കൂടി നമ്മൾ ഒരു മസാല കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ചൂടായപ്പോൾ മസാലയുടെ ഒരു ചെറിയ മണമൊക്കെ അടിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് നമുക്കിത് എടുക്കാം. നേരത്തെ നമ്മൾ അടിച്ചു വെച്ച ടൊമാറ്റോ പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ റൈസിൻ്റെ ഒരു കളറിനും അതേപോലെ ചെറിയൊരു പുളിപ്പിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടി ടൊമാറ്റോ പേസ്റ്റും വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മസാല കൂട്ടിനൊപ്പം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഹോട്ടലുകളിൽ സാധാരണ കുഴിമന്തി കുഴിയിലാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഹോം മെയ്ഡ് മന്തി വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ കുഴിക്ക് പകരം നമ്മൾ വലിയൊരു പാത്രത്തിലാണ്, നമ്മുടെ ബിരിയാണി പാത്രം പോലത്തെ ഒരു പാത്രത്തിലാണ് നമ്മൾ മന്തി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ മസാലക്കൂട്ടൊന്ന് ചൂടായി വന്നപ്പോഴേക്കും നേരത്തെ നമ്മൾ എടുത്തു വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക്, ചിക്കൻ പുഴുങ്ങിയ ആ ഒരു വെള്ളം, അത് നമ്മൾ ഗ്ലാസ്സിൽ അളന്ന് ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന അരിയുടെ ഇരട്ടി അളവ് അത്രത്തോളം വെള്ളം തന്നെ വേണം ചേർക്കാൻ. തിളപ്പിച്ച വെള്ളവും നേരത്തെ നമ്മളെടുത്ത ചിക്കൻ സ്റ്റോക്കും രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. 1-2 ഗ്ലാസ് വെള്ളം കൂടിയാലും യാതൊരു കുഴപ്പവുമില്ല. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ നേരെ ഇനി ഹൈ ആക്കി വെച്ചോണം. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് വേണം നമുക്ക് റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. മസാലക്കൂട്ടും വെള്ളവും എല്ലാം കൂടി ഒന്ന് ചൂടായി ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചെറിയൊരു തിളയൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അരി ഇനി ചേർത്ത് കൊടുക്കണം. അരി ഒരു അരമണിക്കൂറോളം തന്നെ കഴുകി കുതിരാനായിട്ട് മാറ്റി വെക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡൻസെല്ല മന്തി റൈസ് ആണ്. 2 കിലോ മന്തി അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കഴുകി ഒന്ന് കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴേക്കും നേരെ ഇനി അതിലേക്ക് നമുക്ക് റൈസും കൂടി ചേർത്ത് കൊടുക്കാം.
റൈസൊക്കെ ഈ മന്തി മസാലയിലും വെള്ളത്തിലും ഒക്കെ കിടന്ന് നന്നായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കാൻ നിൽക്കേണ്ട, അരി പൊട്ടിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒറ്റ തവണ മാത്രം ഇതുപോലൊന്ന് ഇളക്കി ആ ഒരു അരിയും മസാലയും വെള്ളവും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ആ വെള്ളമൊക്കെ ഒരു 90% തിളച്ച് വാറ്റുന്നത് വരെ ഇതേപോലെ അടച്ചങ്ങോട്ട് വെക്കുക. അത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ വേവിച്ചെടുത്ത നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതൊരു ഫ്രൈങ് പാൻ വെച്ച് ലേശം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് അതിലേക്കിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചിക്കന് ആ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല ചിക്കൻ കുറച്ചുകൂടി ഒന്ന് വേവുകയും കൂടി ചെയ്യും. ചിക്കൻ ഒരു ഗ്രിൽഡ് ഫീൽ, അല്ലെങ്കിൽ നമ്മുടെ മന്തിയിലെ ആ ചിക്കൻ്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ ചിക്കൻ കിട്ടാൻ ഇതുപോലെ നമ്മൾ പാനിലൊന്ന് ചൂടാക്കി എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇടയ്ക്ക് അടപ്പ് തുറന്ന് റൈസൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ ഏകദേശം വറ്റി തീരാറായി. ഒരു 90% വെള്ളം നമ്മൾ വറ്റി കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം അതുപോലെ നിർത്തി നമ്മൾ ദം ചെയ്താണ് നമ്മുടെ മന്തി സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലേശം വെള്ളം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു മന്തി മിക്സിനകത്തുള്ളത്. നമ്മൾ ദം ചെയ്ത് കഴിയുമ്പോഴേക്കും ആ വെള്ളം കൂടി അതിൽ സെറ്റായിട്ട് നല്ലൊരു ജ്യൂസി പരുവത്തിൽ നമുക്ക് മന്തി കിട്ടും. റൈസൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിഭാഗം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഇതേപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിനൊപ്പം തന്നെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസുകളും കൂടി റൈസിനൊപ്പം ചേർത്ത് കൊടുക്കുക. അൺഫോർച്ചുനേറ്റ്ലി ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന ഒരു വിഷ്വൽസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഒരു ചെറിയൊരു പാത്രത്തിൽ 2-3 ചാർക്കോൾ കത്തിച്ചത്, അതിലേക്ക് കുറച്ച് സൺഫ്ലവറും കൂടി ഒഴിച്ച് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ കൂടി ഒഴിച്ച് ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ നല്ലൊരു സ്മോക്ഡ് അരോമ നമ്മുടെ മന്തിക്ക് കിട്ടും. എന്നിട്ട് നമ്മുടെ മന്തി പാത്രം ഇതേപോലെ അടപ്പ് വെച്ച് അടച്ച് മുകളിൽ കുറച്ച് കനലൊക്കെ ഇട്ട് നമ്മളൊന്ന് ദം ചെയ്യാൻ വെക്കുകയാണ്. ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മാക്കിയാണ് നമ്മൾ ഈ ഒരു ടൈമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 1/2 മണിക്കൂറോളം അതേപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടപ്പ് അങ്ങോട്ട് ഓപ്പൺ ചെയ്താണ്ടല്ലോ, നമ്മുടെ ഹോം മെയ്ഡ് കുഴി മന്തി റെഡി ആയിട്ടുണ്ട്. ചാർക്കോളിൻ്റെ ഒരു സ്മോക്ഡ് ഫീൽ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. റൈസിലൊക്കെ ആ ഒരു അരോമ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ചാർക്കോളും പാത്രമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ മന്തി ഇതുപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മന്തി ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നത് തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അടിഭാഗം തൊട്ട് മുകളിൽ വരെ നന്നായിട്ട് ആ ഒരു റൈസും മസാലയും ചിക്കനും എല്ലാം കൂടി മിക്സായി കിട്ടത്തക്ക രീതിയിൽ ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കുടഞ്ഞങ്ങോട്ട് ഇടുക. ഒരു 4-5 തവണയെങ്കിലും ഇത് ചെയ്യുക. റൈസ് ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടിഭാഗം ചേർത്ത് മാത്രം മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മന്തിയൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു വാഴയിലൊക്കെ വെട്ടി മന്തി അതിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇളം വാഴയിലയിൽ നല്ല ചൂട് ചിക്കൻ മന്തിയും അതേപോലെ ഹോം മെയ്ഡ് മയോണൈസും നമ്മുടെ തക്കാളി ചമ്മന്തി, സൽത്ത, ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മയോണൈസൊക്കെ നമ്മൾ പാസ്ചറൈസ് ചെയ്ത എഗ്ഗ് കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല ഹെൽത്തി മയോണൈസാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്ന, നല്ല സേഫായിട്ട് കഴിക്കാവുന്ന ഐറ്റമാണ് കേട്ടോ. നമ്മുടെ ചിക്കനും റൈസും ഒക്കെ നല്ല വെൽ കുക്ക്ഡ് ആണ്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തൊട്ടപ്പോഴേ ഇളകി ഇതുപോലെ വരുന്നുണ്ട്. നമ്മൾ പ്രഷർ കുക്ക് ചെയ്തതും രണ്ടാമത് പാനിലൊക്കെ ഇട്ട് ഹീറ്റ് ചെയ്തപ്പോഴേക്കും നല്ല രീതിയിൽ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കുഴിമന്തി കഴിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇനി വീട്ടിൽ ഈസി ആയിട്ടൊരു കുഴിമന്തി തയ്യാറാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുക. സംഗതി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. റൈസിനൊക്കെ നല്ല അരോമയുണ്ട്. നമ്മുടെ ഒരു മന്തി മസാല കൂട്ടിൻ്റെയും ആ മസാലയുടെയും അതുപോലെ ചിക്കൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മുടെ റൈസിലും മൊത്തത്തിൽ ചിക്കൻ മന്തിയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഹോം മെയ്ഡ് കുഴിമന്തി. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ കിടിലൻ ഫുഡ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീട്ടുകാരിലേക്കും എത്തിക്കാനും മറക്കേണ്ട. ഫുഡ് കാഴ്ചകൾ അവസാനിക്കുന്നില്ല. സ്റ്റേ ട്യൂൺ ഫോർ മോർ കിടിലൻ വീഡിയോസ്. ബൈ.